എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ എക്കണോമിക്സിന്റെ ഹരിത വിപ്ലവമാണ് ഇന്നത്തെ ക്ലാസ് അല്ലേ. നമുക്ക് ഓരോ എക്സാം എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും ഹരിത വിപ്ലവത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് എന്തിലുണ്ട്. നമുക്ക് എക്കണോമിക്സ് എന്ന ടോപ്പിക്കിലുണ്ട്. ഒരു 5 മാർക്ക് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് വാങ്ങിക്കണം അല്ലേ. 5 മാർക്ക് വാങ്ങിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ വിഷയങ്ങളും എടുത്തു പോകുന്നത്. അപ്പൊ നമ്മുടെ ഏതൊക്കെയാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. അല്ലാതെ ഇതൊരു വീഡിയോ കണ്ട് അടുത്തൊരു വീഡിയോ കണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ 15 വീഡിയോ ചെയ്തു തീർക്കുന്നുള്ള ആർക്കും നമ്മൾ വാക്ക് കൊടുത്തിട്ടില്ല അല്ലെ. എന്താണ് ആർക്കും വാക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു ദിവസം ഇത്ര ടോപ്പിക്ക് തീർക്കുന്നുള്ളത്? ഇല്ല അല്ലെ. നിങ്ങൾ ഒരു ടോപ്പിക്കാണ് പഠിച്ചതെങ്കിലും എന്ത് ചെയ്യുക, സംതൃപ്തിയോടുകൂടി പഠിച്ച് ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ ആൻസർ ചെയ്യാവുന്നതും എക്സാമിന് എങ്ങനെ തലതിരിച്ച് ചോദിച്ചാലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്തായിരിക്കണം, പഠിച്ച് മാറ്റിയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഒരു 100 ടോപ്പിക്ക് പഠിച്ചിട്ട് എന്താ പഠിച്ചു ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുന്നേക്കാൾ നല്ലത് 50 ടോപ്പിക്ക് പഠിച്ചിട്ട് 50 ടോപ്പിക്കും പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് രണ്ടും രണ്ട് രീതിയാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്. നമ്മളിപ്പോ നമ്മുടെ സിലബസില് LDC സിലബസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ LD LGS എന്നൊന്നും വേർതിരിവ് വരരുത് കേട്ടോ. കാരണം നല്ല രീതിയിൽ പഠിച്ചു പോയാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ടോപ്പിക് കേരളം ഭരണ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഏകദേശം കഴിയാറായി. ഇപ്പൊ നമ്മൾ എക്കണോമിക്സ് ആണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഏരിയ കുറച്ച് പഠിക്കാനും മാർക്ക് കൂടുതലുള്ള ഭാഗങ്ങൾക്കാണ് ആദ്യം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എക്കണോമിക്സ് കഴിഞ്ഞിട്ട് വേണം സുപ്രധാന നിയമങ്ങളിലേക്ക് വരാൻ. കാരണം ഈ ഏരിയകൾക്കാണ് നമുക്ക് കൂടുതൽ മാർക്ക് എപ്പോഴും വരുന്നത്. ഓക്കെ, നമ്മൾ ഇതില് എക്കണോമിക്സിൽ നമ്മൾ ഇന്ത്യയിലെ സാമ്പത്തിക രംഗം കഴിഞ്ഞു, പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു, ഇതേ ഓർഡറിലായിരിക്കും എല്ലാ മൊഡ്യൂളും തീർത്തു പോകുള്ളൂ കേട്ടോ. അല്ലാതെ അവിടെ ഇവിടെ നിന്നും എടുക്കില്ല. ഇനി പ്ലാനിങ് കമ്മീഷൻ കഴിഞ്ഞു, നീതി ആയോഗ് കഴിഞ്ഞു, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കഴിഞ്ഞു അല്ലെ. അതുപോലെ ഇന്നലെ എന്ത് ചെയ്തു, കാർഷിക വിളകളും ക്ലാസ് ഇട്ടു. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നത് ഹരിത വിപ്ലവം. കുറച്ചേ ഉള്ളൂ പഠിക്കുന്നത് വ്യക്തമായിരിക്കണം കേട്ടോ. ഇനി ധാതുക്കൾ എന്ന ഭാഗം നമ്മൾ ഇതിൽ എടുക്കണ്ട കേട്ടോ. ഈ എക്കണോമിക്സിലൊന്നും ധാതുക്കൾ പഠിക്കണ്ട. കാരണം ഈ ധാതുക്കൾ എന്ന ടോപ്പിക്ക് നമ്മൾ ഏതിലുണ്ട്, നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നതാണ് ധാതുക്കൾ എന്നുള്ളത്. അപ്പൊ ഈ ധാതുക്കൾ എന്നുള്ളത് ഈ എക്കണോമിക്സിൽ കൂട്ടണ്ട. ഓക്കെ, അത് നമ്മൾ ഏതിൽ നിന്ന് പഠിച്ചാൽ മതി, നമ്മുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ ധാതുക്കൾ എന്നുള്ളത് പഠിച്ചാൽ ഇതിലും ആയി അതിലും ആയി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇന്നിപ്പോൾ ഹരിത വിപ്ലവം കഴിഞ്ഞു. ഇനി നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അത് ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. മെയിൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമേ അതിൽ തരുള്ളൂ കേട്ടോ. ധനകാര്യ സ്ഥാപനങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സാമിന് ചോദിക്കുന്നത്, അല്ലാതെ ഇരുന്ന് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും സ്കോർ ചെയ്യാൻ കഴിയില്ല. റിസർവ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, നബാർഡ്, അതുപോലെ ഗ്രാമീണ ബാങ്കുകൾ, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊരു ക്ലാസ് അല്ലേ. ഇപ്പോൾ ഹരിത വിപ്ലവം കഴിഞ്ഞു. ധാതുക്കൾ നമുക്ക് ജോഗ്രഫിയിൽ വരുന്ന ഭാഗമാണ്, അത് അവിടെ എടുക്കാം. ഇനി ധനകാര്യ സ്ഥാപനങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്താണ്, എക്കണോമിക്സ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. നമുക്ക് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ദേശീയ വരുമാനം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ദേശീയ വരുമാനം എന്താണ് എന്നുള്ളത് നോക്കണം. ബജറ്റ് എന്താണ്, ബജറ്റ് എപ്പോൾ മുതലാണ് ബജറ്റ് ഏർപ്പാടാക്കിയത്, ആദ്യമായിട്ട് ആരാണ് ബജറ്റ് അവതരിപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ ആഴത്തിലൊന്നും പഠിച്ചു പോകാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടാവും, അടിസ്ഥാനം ഇല്ലാണ്ടാവും, ആഴത്തിലുള്ളതും ഇല്ലാണ്ടാവും. ദേശീയ വരുമാനം ഒന്ന് നോക്കണം, ബജറ്റ് നോക്കണം, പിന്നെ GST നോക്കണം. ഓക്കെ, GST നമ്മുടെ ചാനലിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി GSTനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ക്ലാസ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ GST എന്ത് ചെയ്യുക, എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും. ടാക്സസ് പഠിക്കാണ്ടല്ലോ, ചോദിക്കാറുണ്ട് അല്ലേ, ഇത് പ്രത്യക്ഷ നികുതിയിൽ വരുന്നതാണോ പരോക്ഷ നികുതിയിൽ വരുന്നതാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ഓക്കെ, ഇനി അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങളും പഠിക്കാനുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഏതാണ്, ദേശീയ വരുമാനം, ബജറ്റ് എന്താണ്, പിന്നെ പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും GST ക്ലാസ്സിൽ ആഡ് ചെയ്ത് അത് എന്ത് ചെയ്യാം, ത്തിന്റെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഹരിത വിപ്ലവം എന്ന ഗ്രീൻ റെവല്യൂഷൻ അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? ജലസേചന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി ആണ് എന്തു പറയുന്നത്, ഹരിത വിപ്ലവം കൊണ്ട്
ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ജലസേചന സൗകര്യങ്ങളും അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ ഉപയോഗിക്കുക, നല്ല രീതിയിൽ ജലസേചന സൗകര്യങ്ങളും രാസവളങ്ങള്, കീടനാശിനികള്, കുറഞ്ഞ പലിശയില് സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യണം? നമ്മുടെ കാർഷിക ഉൽപാദനത്തിൽ എവിടെയാണ്? കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ്. ഏതിലാണ് ഹരിത വിപ്ലവം വരുന്നത്? അപ്പോൾ കാർഷിക ഉൽപാദനത്തിലാണ്. പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്നുകൊണ്ട് പറയുന്നത്. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെ എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥനും. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. എം.എസ്. സ്വാമിനാഥനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ചോദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് വരും, അദ്ദേഹത്തിന് ഓരോന്നും ചോദിച്ചു വരും. ക്ലാസ് പരമാവധി തരാൻ നോക്കാം കേട്ടോ. പിതാവ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിക്കും വരികയാണെങ്കിൽ അവിടെ എം.എസ്. സ്വാമിനാഥനാണ്. പഠിച്ചു. ഇനി ഈ ഹരിത വിപ്ലവം എന്ന ഈ പദം ഉണ്ടല്ലോ, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ് കേട്ടോ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഇനി ഈ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. അതൊക്കെ പ്രീവിയസ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് ആദ്യം ആരംഭിച്ചത്? അല്ല അല്ലെ? എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഇനി ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇപ്പൊ അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ പിതാവും ഇവിടെ നായകനും. പിതാവ് ആര്? ഫാദർ ഓഫ് ദി ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ചോദിച്ചാൽ അത് എം.എസ്. സ്വാമിനാഥനും. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആര് എന്ന് ചോദിച്ചാൽ അവിടെ എം.പി. സിംഗുമാണ്. ഈ ഹരിത വിപ്ലവം നടപ്പാക്കുന്ന സമയത്ത് ആരാണ് നമ്മുടെ കേന്ദ്രത്തില് കൃഷിമന്ത്രി ആയിരുന്നത്? പ്രീവിയസ് ആണ് കേട്ടോ. സി സുബ്രഹ്മണ്യമാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്രത്തിലെ കൃഷിമന്ത്രി ആരായിരുന്നു? സി സുബ്രഹ്മണ്യം. ഈ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സോണാലിക, കല്യാൺ സോന ഏതൊക്കെയാണ്? സോണാലിക, കല്യാൺ സോന ഹരിത വിപ്ലവ സമയത്ത് എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് ഇനങ്ങളാണ്. അപ്പൊ ഗോതമ്പിന്റെ ആണ് ഏതൊക്കെ വരുന്നത്? സോണാലിക. ഇനി ഉണ്ട് കേട്ടോ പഠിക്കാൻ ഇതില്. സോണാലിക, കല്യാൺ സോന എന്നത് ഹരിത വിപ്ലവ കാലത്ത് എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിന്റെ ഇനങ്ങളാണ്. ഇനി ഹരിത വിപ്ലവത്തില് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ്? അത് ഗോതമ്പാണ് കേട്ടോ. ഹരിത വിപ്ലവ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത് ഏതിനാണ്? ഗോതമ്പിനാണ്. ഓക്കെ, ഏതിനാണ്? ഗോതമ്പിനാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏത്? ഗോതമ്പ്. പിന്നെ ഈ കരിമ്പ് വരുന്നത് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? ഓക്കെ, ധാന്യം ചോദിച്ചാൽ ഗോതമ്പ്, നാണ്യവിള ഏത് എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? അത് കരിമ്പ് എഴുതണം കേട്ടോ. നാണ്യവിളയും ധാന്യവും മാറിപ്പോകരുത്. ഓക്കെയല്ലോ. അപ്പൊ ഈ ഏരിയ പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ചു? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹരിത വിപ്ലവം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ജലസേന സൗകര്യങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളം, കീടനാശിനി, അതുപോലെ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് എം.എസ്. സ്വാമിനാഥനാണ്. ഈ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അത് മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥനാണെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എം.പി. സിംഗ് ആണ്. ഇനി ഹരിത വിപ്ലവം ആരംഭിക്കുമ്പോൾ കേന്ദ്രത്തിലെ കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യമാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിന്റെ ഇനങ്ങളാണ് കല്യാൺ സോന, സോണാലിക. പിന്നെ ഹരിത വിപ്ലവകാലത്ത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ് കേട്ടോ. ഇത് ധാന്യമാണ്. ഇതാണ് ധാന്യമാണ്. കരിമ്പോ നാണ്യവിളയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഒന്ന് നിർത്തിയ ശേഷം ഒരു 5 മിനിറ്റ് റിലാക്സ് ഒക്കെ കൊടുത്തിട്ട് ഹരിത വിപ്ലവത്തിന്
തന്നെ മനസ്സിൽ കണ്ടിട്ട് പിക്ചർ മനസ്സിൽ കാണുക. എന്നിട്ട് തനിയെ ഈ ക്വസ്റ്റ്യനും ആൻസറും വെച്ചിട്ട് തനിയെ മനസ്സിലൊന്ന് ഗണിച്ച് പറഞ്ഞു നോക്കണം കേട്ടോ. നോക്കാതെ തന്നെ പറഞ്ഞു നോക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു അല്ലേ. ഈ ഹരിത വിപ്ലവത്തിലൂടെ പ്രത്യേകിച്ച് ഏതാണ് നെല്ലും ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിലൂടെ ലഭിച്ച നേട്ടങ്ങൾ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തു പറയണം? നെല്ല് ഗോതമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ പ്രത്യേകിച്ച് എന്താണ്? ഹരിത വിപ്ലവത്തിലൂടെ പ്രത്യേകിച്ച് ഏതാണ്? നെല്ലും ഗോതമ്പും. ഓക്കെ, നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, അതുപോലെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും. എന്താക്കാനാണ്? ഇല്ലാതാക്കാനുമാണ് ഹരിത വിപ്ലവത്തിലൂടെ നമുക്ക് സാധിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം പ്രീവിയസ് ആണ് കേട്ടോ. അതൊക്കെ +1 കിടക്കുന്നതാണ് ഈ ഏരിയ. 1960 1970 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാം ഘട്ടം ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 60 to 70, രണ്ടാം ഘട്ടം 70 to 80. ഈ ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഏത് ഘട്ടമാണ് എന്ന് ചോദിച്ചാൽ അത് ഒന്നാം ഘട്ടമാണ്. ഒന്നാം ഘട്ടം 1960 70 കാലഘട്ടം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഒന്നാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം 1970 80 വരെയാണ്. പഠിച്ചു അല്ലേ? 2 ഘട്ടങ്ങളും കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ഹരിത വിപ്ലവം ഒന്നാം ഘട്ടം പറഞ്ഞു 1960 70. ആ ഒന്നാം ഘട്ട സമയത്ത് ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു അല്ലേ. ഒരുപാട് സ്റ്റോക്ക് ചെയ്തു. അങ്ങനെ ആ വിത്തിനങ്ങളുടെ ഉപയോഗം ഈ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഏതൊക്കെ? ആ സമയത്ത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഓക്കെ, സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളായിട്ടാണ് ഏത് നടന്നത്? ഒന്നാം ഘട്ടം കൂടുതൽ വ്യാപിച്ചത്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ വ്യാപിച്ചോ? ഇല്ല. ഒന്നാം ഘട്ടം പഞ്ചാബ്, അതായത് ഈ 3 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് സാമ്പത്തിക ശേഷിയിലൊക്കെ എന്തായിരുന്നു? മുന്നിലായിരുന്നു. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. രണ്ടാം ഘട്ടം ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തില് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ എന്ത് ചെയ്തു? കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു. അതുപോലെ ഈ ജില്ലാതലത്തില് നമ്മുടെ ഓരോ ജില്ലകളുണ്ട് അല്ലേ. ആ ഓരോ ജില്ലാതലത്തിലും തീവ്ര കാർഷിക പരിപാടി നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? ജില്ലാതലത്തിലൊക്കെ തീവ്രമായിട്ട് കാർഷിക പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ പിൽക്കാലത്ത് അറിയപ്പെട്ടത് എങ്ങനെയാണ്? ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. ജില്ലാതലത്തിൽ നടന്ന തീവ്ര കാർഷിക പരിപാടി പിൽക്കാലത്ത് അറിയപ്പെട്ടത് എങ്ങനെയാണ്? ഹരിത വിപ്ലവം എന്നാണ്. MS സ്വാമിനാഥൻ നമ്മൾ നേരത്തെ പറഞ്ഞു. കല്യാൺ സോന, സോണാലിക എന്നീ ഗോതമ്പിനങ്ങൾ വികസിപ്പിച്ചത് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. പഠിച്ചു അല്ലേ? ഈ MS സ്വാമിനാഥൻ വികസിപ്പിച്ച മറ്റു ഗോതമ്പിനങ്ങളാണ് സൊണോറ 64, ലെർമാർജോ 64. ഏതൊക്കെയാണ്? സൊണോറ 64, ലെർമാർജോ 64. ഇതൊക്കെ ആര് വികസിപ്പിച്ചെടുത്താണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്തതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ആൻ എവർഗ്രീൻ റെവല്യൂഷൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഓക്കെ, ഏതാണ്? ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ഇത് 2 പുസ്തകം ആരെ ചോദിച്ചാൽ അത് MS സ്വാമിനാഥന്റെയാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ് കേട്ടോ. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഹരിത വിപ്ലവം പറയുമ്പോൾ നമ്മൾ പറയാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അതുപോലെ കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണ് കേട്ടോ. ഈ കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും എന്ത് ചെയ്യും?
പരാജയപ്പെടും. ഇത് പറഞ്ഞത് നെഹ്റു ആണ്. എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുകയാണ്, കടത്തിൽ തന്നെ ജീവിക്കുകയാണ്, കടത്തിൽ തന്നെ മരിക്കുകയാണ് എന്ന് പറഞ്ഞത് പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിടണം കേട്ടോ. അതുപോലെ ക്ലാസ് ലൈക്ക് ചെയ്യണം, ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തണേ. നമ്മുടെ ഹരിത വിപ്ലവം ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങാം, അല്ലെങ്കിൽ ഏതാണ് GST ആഡ് ചെയ്ത് തരാം. പ്രത്യക്ഷ ടാക്സുകൾ ഉണ്ടല്ലോ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അതുപോലെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അതിൽ വരുന്ന കാര്യങ്ങൾ ആ 3 സെക്ഷൻ ആക്കി തരാം. അതൊക്കെ ഏരിയ ആണ് കേട്ടോ, അതൊക്കെ മാർക്ക് വരുന്ന ഏരിയ ആണ്. പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖല, ആ 3 പഠിക്കണം. ദേശീയ വരുമാനം എന്താണെന്ന് നോക്കുക, പ്രത്യക്ഷ നികുതികൾ, പരോക്ഷ നികുതികൾക്കൊക്കെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക, അതൊക്കെ മാർക്ക് വരും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക, സമയം കളയരുത്, TV കണ്ട് സമയം കളയരുത്, മൊബൈൽ ഫോൺ അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ അവനവന് തന്നെയാണ് നഷ്ടം എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.